സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാൻ കഴിയുന്ന ഒരു അമലിനെ പറ്റി പറഞ്ഞു തന്നാലോ? ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദ. ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനും യതീമീങ്ങളെ സംരക്ഷിക്കുന്നവനും നാളെ സ്വർഗത്തിൽ ഈ രണ്ട് വിരലുകൾ ചേർന്നിരിക്കുന്നത് പോലെ അടുത്തായിരിക്കും. അനാഥ സംരക്ഷണത്തിന് അതിയായ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഖുർആൻ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ചോദിക്കുകയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ നിഷേധിക്കുന്നവനെ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? അതാരെന്നറിയോ? ഫദാലിക്കല്ലദീ യദുഉൽ യതീം. യതീമീങ്ങളെ തള്ളിക്കളയുന്നവൻ, യതീമീങ്ങളെ സംരക്ഷിക്കാതെ ഉപേക്ഷിക്കുന്നവനാണ് മതത്തെ നിഷേധിച്ചവൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞു. എങ്കിൽ ഒരു യതീമിന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു യതീമീങ്ങളെ സ്നേഹിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.